ഹലോ, നമുക്കിന്നൊരു കാറ്ററിംഗ് സ്റ്റൈൽ പുളിശ്ശേരി ആയാലോ. അപ്പോൾ അതിനെടുത്തേക്കുന്ന പൊടികൾ എന്താണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ശകലം എടുത്താൽ മതി കേട്ടോ, ഒത്തിരി എടുക്കല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ഉരുളി എടുത്തേക്കിന് അതിനകത്ത് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കൊച്ചുള്ളി ഇട്ടു, മൂത്ത് വരുമ്പോഴത്തേക്കിന് വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടു, പച്ചമുളകും ഇട്ട് നല്ല കണക്ക് മൂപ്പിച്ചെടുക്കണേ. അത് ഇളക്കുമ്പോഴത്തേക്കിന് നമ്മളുണ്ടല്ലോ പൊടികളെടുത്ത് വെച്ചിട്ടില്ലേ, ആ പൊടികളെല്ലാം ഇതിനകത്തിടും. ഇട്ട് കഴിയുമ്പം നമ്മളൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ തിരുമ്മി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെള്ളം മാത്രം ചേർത്ത് തേങ്ങ അരച്ച് വെച്ചു. അത് ഇതിനകത്ത് ചേർത്ത് നല്ല ഉണക്കൊന്ന് ഇളക്കി. പിന്നെ മധുരത്തിന് വേണ്ടിയുണ്ടല്ലോ നമ്മൾ പൈനാപ്പിളും ഏത്തക്കയും കൂടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അരച്ചെടുത്തതാണ്. അരിഞ്ഞിടുന്നവരുണ്ട്, അരിഞ്ഞിടുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് ഫ്ലേവർ കൂടുന്നത് അരച്ച് ചേർക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ഈ തേങ്ങയെല്ലാം വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ച്, ഇത് ഇത്രയും ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും എടുത്തത്. നമ്മൾ വീട്ടിൽ തൈരിന് എത്ര വെള്ളമാണോ അത്രയും വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് നല്ല കണക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാവേ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.